ഹലോ, കാണാൻ പറ്റുന്നുണ്ടടാ? അതെ. മൈക്ക് ഓഫ് ആക്കടാ. ഇന്ന് കാണിച്ചെന്ന ഗ്രൂപ്പിലെല്ലാം ബ്രോഡ്കാസ്റ്റ് ആയിട്ട് അയച്ച ഫോട്ടോ ആണ് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കണേ. ആ ഫോട്ടോയിൽ കണ്ട മോഡലുണ്ടല്ലോ, ആ മോഡലിൻ്റെ ജസ്റ്റ് കട്ടിങ് ഞാൻ കാണിച്ചത്. ഇതിൽ അളവോ കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ജസ്റ്റ് എൻ്റെ ഒരു കട്ടിങ് വരുന്ന രീതി ഒരു 3 ടൈപ്പായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിലേതാണ് ബെറ്റർ എന്നുള്ളത് നിങ്ങൾ നോക്കുക. നിങ്ങൾ നോക്കിയതിന് ശേഷം ആ ഒരു രീതി, അതായത് ആ കട്ടിങ് രീതി സെലക്ട് ചെയ്തിട്ട് 3 കട്ടിങ് രീതി ഞാൻ കാണിച്ചു തരും. ആ കട്ടിങ് രീതിയിൽ 3 ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ അളവ് പ്രകാരം നിങ്ങളുടെ കയ്യിലുള്ള ബ്രൗൺ പേപ്പറിൽ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. നിങ്ങളുടെ അളവ് പ്രകാരം, ഞാൻ പറയുന്ന അളവല്ല, നിങ്ങളുടെ അളവ് പ്രകാരം. ഓക്കെ. അപ്പം അതിൻ്റെ മുന്നേ നോർമലായിട്ട് ഒരു അളവ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുക എന്നുള്ളത് നമുക്കറിയാലോ അല്ലേ? ലെങ്ത്തും നെക്കിൻ്റെ വിടുത്തും നെക്കിൻ്റെ അകലം, നെക്കിൻ്റെ ഇറക്കവും ഷോൾഡറും ഒക്കെ നമുക്കറിയാലോ, നോർമലായിട്ടുള്ളൊരു ഡ്രസ്സിൻ്റെ ടോപ്പിൻ്റെ. അപ്പോൾ നോക്കാം. ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഇതൊരു ക്ലോത്താണ്. ക്ലോത്തിൻ്റെ സെൻറ്റർ ഭാഗം, ഇതിൽ ഫ്രണ്ട് പീസ് മാത്രമായിട്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗം ഇങ്ങനെ നോർമലായിട്ട് മടക്കിയിട്ട്, നമ്മൾ നോർമലായിട്ട് ബേക്കും ഫ്രണ്ടും ഒരുമിച്ചിട്ടാണല്ലോ കട്ട് ചെയ്യുക. ഇതിപ്പോൾ ഫ്രണ്ടിലെ ഭാഗം മാത്രം കേട്ടോ, ഫ്രണ്ട് പാർട്ട് മാത്രമായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതിലിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ഇതിലിപ്പോൾ എന്ത് ചെയ്യുന്നില്ല, അളവും കാര്യങ്ങളൊന്നും ശരിക്കും എഴുതുന്നില്ല, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഇപ്പോൾ നമ്മൾ നോർമലായിട്ട് നെക്കും ആം ഹോള് ചെസ്റ്റിൻ്റെ വണ്ണം വീതിയൊക്കെ മാർക്ക് ചെയ്തിട്ടുള്ളത്, പ്ലസ് അതാത് ഭാഗങ്ങളിലുള്ള തയ്യൽ തുമ്പും. അല്ലേ? ഇനി നോർമലായിട്ട് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ശ്രദ്ധിക്കുക, നോർമലായിട്ട് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ അയച്ചു തന്നിട്ടുള്ള ഫോട്ടോ ശ്രദ്ധിക്കാം. ആ ഫോട്ടോയിൽ നെക്ക് ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് പുറത്തേക്ക് വൈഡായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് അല്ലേ? ഇങ്ങനെ വരുന്നുണ്ട്. അതുപോലെ ചിലത് ഇങ്ങനെ നേരെ ഇങ്ങോട്ടായിരിക്കും കൊണ്ടുപോകാം, ചിലതിൽ നേരെ കട്ടിങ്ങിൻ്റെ കക്ഷഭാഗത്തേക്ക് കൊണ്ടുവരും. ഇപ്പോൾ കുർത്തി പോലുള്ളതൊക്കെ നമുക്ക് തയ്ക്കേണ്ടതുണ്ട്. അതായത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരാതെ, അതായത് യോക്കില്ലാതെ നീളത്തിലായിട്ടാണ് വരേണ്ടത് എന്നുണ്ടെങ്കിൽ ആ കട്ടിങ് നേരെ ഇങ്ങനെ വരും. നമ്മുടെ നെക്കിൻ്റെ സെൻട്രൽ നിന്ന്, മെയിനായിട്ട് സെൻറ്റർ ഭാഗത്ത് നിന്നാണ് ആ ഒരു കട്ടിങ് ആരംഭിക്കുന്നത്. ഒരു ഭാഗത്ത് നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന്, ഒരു ഭാഗത്ത് നെക്ക് നോർമലായിട്ട് തന്നെ വരും, ബാക്കി സെൻട്രൽ നിന്ന് അത് കക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്നതുണ്ട്. അതായത് ഇങ്ങനെ ഈ രൂപത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. അതന്നെ ഇവിടുന്ന് അങ്ങനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോരുന്നുണ്ട്. അതായത് നമ്മുടെ യോക്കിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇനി നമ്മൾ യോക്കല്ല, അതൊരു ടോപ്പ്, അതായത് കുർത്തി പോലെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അതന്നെ നേരെ ഈ സെൻറ്റർ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ട്, ഒന്നുകിൽ നമ്മുടെ നെക്കിൻ്റെ അകലത്തിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ട് നേരെ താഴേക്ക്, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജോയിൻ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക്, ഈ ടൈപ്പ് തന്നെ ജോയിൻ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് വന്നിട്ട് നേരെ താഴേക്ക്. അതൊക്കെ എവിടുന്ന് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. നമ്മുടെ ക്ലോത്തിൻ്റെ വീതിക്കും വണ്ണത്തിനും ഡിസൈനും അനുസരിച്ച് നമുക്ക് ഇങ്ങോട്ടേക്കുള്ള മാർക്ക് എങ്ങോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ. അപ്പോൾ പല ടൈപ്പിൽ ഇങ്ങോട്ട് തീരുമാനിക്കാം. ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു സെൻറ്റർ ഭാഗത്തു നിന്നാണ്. ഓക്കെ. നമുക്ക് ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിവിടുന്ന് ഇങ്ങനെ ഉണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. എന്ത് പറ്റി? ആർക്കും കാണുന്നില്ലേ? എല്ലാവർക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് എന്റെ ഇവിടുത്തെ പ്രശ്നമായിരിക്കും. അതല്ല ഒരാൾക്ക് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രശ്നമായിരിക്കും.
മിസ്സിന്റെ റെക്കോർഡ് വീഡിയോയിൽ ഇങ്ങനെ കാണലില്ല, പക്ഷേ ലൈവില് മാത്രമാണ് പ്രശ്നം. അതായത് നെറ്റിന്റെ പ്രശ്നമായിരിക്കും. ഓക്കെ, ഇതിപ്പോ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ കട്ട് ചെയ്യാണ് കേട്ടോ. ഇതിവിടെ ഞാൻ കട്ട് ചെയ്തു. ഓക്കെ, ഇവിടെ ഉണ്ടായിരുന്നത് ഇങ്ങനെ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ, അതായത് ഈ കട്ട് ചെയ്ത പീസല്ല ഇതുപോലെ ഒരു പീസ് കൂടിയാണ് വേണ്ടത്, ഫ്രണ്ടിലേക്ക് മാത്രമായിട്ടിട്ട്. അപ്പോൾ ഇതിൽ വരുന്ന എന്താണ്, ഫുള്ള് വീതിയും നീളവും ഒരേപോലെ തന്നെ ഒരു പീസ് നമുക്ക് എക്സ്ട്രാ കൂടുതൽ വരികയാണ്. ഓക്കെ, അത് നമുക്ക് അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, വേറൊരു ക്ലോത്ത് നമ്മൾ കാണുന്ന വേണം. സെയിം കളർ ക്ലോത്ത് ആയിട്ട് ചെയ്യുന്നവരുണ്ട്, ഡിഫറെൻറ്റ് കളർ ക്ലോത്ത് ആയിട്ടും ചെയ്യാം. ഓക്കെ, സെയിം കളർ ക്ലോത്ത് ഇട്ട് ചെയ്തിട്ട് അവിടെ ആ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗത്ത് ലേസ് വെച്ചിട്ട് കവർ ചെയ്യുന്നതുണ്ട്. ഞാനിത് ഇതേപോലത്തെ വെട്ടിയിട്ട് പീസാക്കിയിട്ട് കാണിക്കാം. ഇത് വെട്ടുന്ന സമയത്ത് നമ്മൾ അകവും പുറവും നോക്കണം കേട്ടോ. കാരണം ഒരു ഭാഗത്തത് ലെഫ്റ്റ് സൈഡിലേക്കും വരേണ്ടതാണ്, ഒരു ഭാഗത്തേത് റൈറ്റ് സൈഡിലേക്കും വരേണ്ടതാണ്. അപ്പം നമ്മുടെ ക്ലോത്ത് ഇപ്പോൾ പ്ലെയിൻ ക്ലോത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് അകവശവും പുറവശവും ഏതെടുത്ത് കഴിഞ്ഞാലും കളർ മനസ്സിലാവാത്ത ക്ലോത്തുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ പ്രശ്നം വരില്ല, നമുക്ക് നോക്കേണ്ട ആവശ്യം വരില്ല. പക്ഷേ അകവും പുറവും വേറെ വേറെ തന്നെ ആയിട്ടുള്ള ക്ലോത്തുകൾ വരുമ്പോൾ രണ്ടും ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. രണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ കട്ട് ചെയ്യരുത്, രണ്ടും റൈറ്റ് സൈഡിലേക്ക് തന്നെ കട്ട് ചെയ്യണം. ലെഫ്റ്റും റൈറ്റും വേറെ വേറെ തന്നെ നോക്കി കട്ട് ചെയ്യണം. ഓക്കെ, ഇത് ഈ ഒരു ടൈപ്പിൽ നമുക്ക് കിട്ടും. ഇതിലിപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്തോണ്ടല്ലോ, ആദ്യം കട്ട് ചെയ്തത് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഈ ലേസ് വെച്ചിട്ട് ഇവിടെ ഒരു കട്ടിങ് ഉണ്ട് എന്നുള്ളത് സെയിം കളർ ക്ലോത്തിലാണ് ചെയ്യുന്നത്. അതായത് സെയിം കളർ ക്ലോത്തിൽ ചെയ്യുമ്പോഴുള്ള ഇതെന്താണ്, രണ്ടും മനസ്സിലാവും. ഇങ്ങനെ ഒരു കട്ട് ഉണ്ട് എന്നുള്ളത് പോലും മനസ്സിലാവില്ല അല്ലേ. ഡിഫറെൻറ്റ് കളർ ക്ലോത്ത് ആകുമ്പോൾ അത് രണ്ടും, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു കളർ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു കളർ മനസ്സിലാവും. സെയിം കളർ ആകുമ്പോൾ നമ്മൾ ലേസ് വെച്ചിട്ട് ഇവിടെ വരെ ഒരു ലേസ്, ഇവിടെ ഇങ്ങനെ ഒരു ലേസ് വെച്ചിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം ഈ ഒരു രീതിയിലാണ് നമുക്കത് കിട്ടാം. ഇതിലിപ്പോൾ എന്താ വന്നത്, കൂടുതൽ ക്ലോത്ത് വന്നിട്ടുണ്ട് അല്ലേ. അതായത് രണ്ടും ഒരേപോലുള്ള ക്ലോത്ത് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഒരു കട്ടിങ്. ഇതിലിപ്പോൾ നമ്മുടെ മാർക്ക് ചെയ്യേണ്ടത്, അതായത് ആം ഹോളും നെക്കിൻ്റെ അകലവും നെക്കിൻ്റെ ലെങ്ത്തും കാര്യങ്ങളും ഒക്കെ സെയിം ആയിട്ട്, ഇപ്പോൾ ഷോൾഡർ സ്ലോപ്പ് എടുക്കുന്നതും ഒക്കെ സെയിം ആയിട്ട് അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അതിൻ്റെ അളവുകളൊക്കെ എങ്ങനെയാണ്, ഫോർമുല, ഷോൾഡർ സ്ലോപ്പിൻ്റെ ഫോർമുലയും ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഞാനത് വിശദീകരിച്ച് പറയുന്നില്ല. ഇനി മറ്റൊരു കട്ടിങ്, ഇതാണ് ഒരു കട്ടിങ് ടൈപ്പ്. ഇനി മറ്റൊരു കട്ടിങ് ടൈപ്പ് ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനി മറ്റൊരു കട്ടിങ്ങിൻ്റെ ടൈപ്പ് ഞാൻ കാണിക്കാം. ഇതിലാദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കട്ടെ. നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന രീതി. ഇതിലിപ്പോൾ നമ്മൾ കൊണ്ടുപോയത് എങ്ങോട്ടാണ്, നമ്മുടെ ആദ്യത്തേൽ നമ്മൾ കൊണ്ടുപോയത് എങ്ങോട്ടാണ്, ഇവിടുന്ന് നേരെ ഇങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത് അല്ലേ. ഇവിടുന്ന് നേരെ ഈ ഒരു ഭാഗത്തേക്കാണ് കൊണ്ടുപോയത്. നമുക്കിതൊരു കാര്യം ചെയ്യാം, അതേ സെയിം കട്ട് തന്നെ നേരെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുത്തു നോക്കാം. അതായത് ഒന്നുകിൽ നമ്മുടെ നെക്കിൻ്റെ അകലത്തിൻ്റെ ഭാഗം വരെ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് താഴേക്ക് ഇറങ്ങുന്ന രീതി, അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ഇങ്ങോട്ട് വരുന്നത്, അതായത് സെൻറ്ററിൽ നിന്ന് ഈ ഒരു രൂപത്തിലേക്ക് വരുന്നത്.
മനസ്സിലായോ? ആദ്യത്തെ കട്ടിങ്ങിൽ എന്താണ് വന്നിട്ടുള്ളത്? അതെ, ആദ്യത്തെ കട്ടിങ്ങിൽ നേരെ ഈ ഒരു ഭാഗം മാത്രമാണ് കാണുന്നത്. ഇപ്പോഴത്തെ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതെ ഇതിൻ്റെ ഇങ്ങനെ ഇവിടുന്ന് ഈ ഒരു ലെവലിൽ ഇങ്ങനെ താഴേക്ക് ഇറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കട്ടിങ് ഞാൻ മാർക്ക് ചെയ്തത് ഇങ്ങനെ കാണിച്ചെന്നുള്ളൂ. അതിൻ്റെ കട്ടിങ് രീതി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് വരിക? ഇതേപോലത്തെ 2 പീസ് തന്നെ വീണ്ടും എക്സ്ട്രാ വരുന്ന രീതിയിലാവും അല്ലേ? ഇതേപോലെ തന്നെ 2 പീസ് എക്സ്ട്രാ വരില്ലേ എന്നുള്ള രീതിയാവും. ഓക്കെ, പക്ഷേ ഞാൻ ഈ ഒരു മോഡൽ കാണിച്ചു തരുന്നതിൻ്റെ കൂടെ തന്നെ അളവും പറയാൻ തന്നിട്ടുണ്ടെങ്കിലേ രണ്ടും കൂടി ഇന്ന് നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അളവ് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കാം, നമ്മുടെ ഈ കട്ടിങ്ങിൽ ഈ സൈഡിലേക്കുള്ള ഈ ഒരു കട്ടിങ്ങിലെ സെൻട്രലിൽ നിന്നാണല്ലോ ഇങ്ങോട്ടേക്ക് കട്ടിങ് വരുന്നത്. ഇങ്ങോട്ടേക്ക് കട്ടിങ് നമുക്ക് എത്ര ഇഞ്ച് നീളം വരെ ഇങ്ങോട്ടേക്ക് വേണം എന്നുള്ളത് നോക്കാം. നീളമല്ല, വീതി. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്ര ഇഞ്ച് വീതി വരെ കൂടുതൽ വേണം എന്നുള്ളത് നോക്കാം. എത്ര ഇഞ്ച് വരെ? നമ്മുടെ നെക്കിന്റെ അകലം വരെ ആണെങ്കിൽ അങ്ങനെ, അതല്ല നമ്മുടെ ഷോൾഡറിന്റെ ഹാഫ് ഷോൾഡർ ഉണ്ടല്ലോ, ജോയിൻ ഷോൾഡറിന്റെ വീതി വരെ ഉള്ളതാണെങ്കിൽ അങ്ങനെ. എവിടെ നിന്ന്? സെൻട്രലിൽ നിന്ന്. നമുക്കറിയാം ഏകദേശം ഒരു അളവ് 3 ഇഞ്ചാണ് നമ്മുടെ നെക്കിന്റെ അകലം. നമ്മൾ ഒരു സൈഡിലേക്ക് ഇങ്ങനെ 3 ഇഞ്ചാണ്ട് എടുക്കുക അല്ലേ? വണ്ണം കൂടിയേക്കാണെങ്കിൽ 3.25, നല്ല മെലിഞ്ഞവർക്കാണെങ്കിൽ 2.5, അങ്ങനെയൊക്കെ എടുക്കുക അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടം വരെയുള്ള നീളത്തിൽ, അതായത് വീതിയിൽ താഴേക്ക് ഈ ഒരു കട്ടിങ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിന്റെ കട്ടിങ്ങിന് വേണ്ടി നമ്മൾ ക്ലോത്ത് എടുക്കുന്ന രീതി ഒന്ന് നോക്കാം. നമുക്ക് ക്ലോത്ത് ഒരുപാട് വേസ്റ്റ് ആയി പോവാതെ കിട്ടുന്ന ഒരു രീതിയാണ്. നമ്മൾ ആദ്യം മാർക്ക് ചെയ്തത് എവിടെ നിന്നാണ്? ക്ലോത്തിന്റെ സെന്റർ ഭാഗത്തു നിന്നാണല്ലോ. സെന്റർ ഭാഗത്താണ് നമ്മൾ ക്ലോത്ത് മാർക്ക് ചെയ്തത്. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോത്തിന്റെ ഈ ഭാഗത്ത് ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തേക്ക് വരാം. ഇങ്ങനെ കാണാം. മനസ്സിലാവുന്നുണ്ടാടാ? അതായത് നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് മാർക്കിങ്ങിന് വേണ്ടി കാണിച്ച രീതി നമ്മുടെ ക്ലോത്തിന്റെ സെന്റർ ഭാഗത്തായിരുന്നു. ക്ലോത്ത് ഇങ്ങനെ നടുമടക്കി വെച്ചിട്ട് ആ നടുഭാഗത്താണ് നമ്മൾ ഈ നെക്ക് മാർക്ക് ചെയ്യുക അല്ലേ? ക്ലോത്തിന്റെ നടുഭാഗത്താണ് നമ്മൾ നെക്ക് മാർക്ക് നോർമലായിട്ട് ചെയ്യുന്നത്. അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? നമുക്ക് ഈ ഒരു കട്ടിങ് അൻഹാറ കട്ടിങ് ഇട്ട് നമുക്ക് ഈ ഒരു കട്ടിങ് ചെയ്തിട്ട് വലിയ പീസിന്റെ അതേപോലത്തെ ഒരു പീസും കൂടി നമ്മൾ എക്സ്ട്രാ കട്ട് ചെയ്തതാണ്. വലിയ ഭാഗത്തെ പീസ് ഏതാണോ കിട്ടിയത് അതേപോലെ ഒരു പീസ് എക്സ്ട്രാ നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ് അല്ലേ? പക്ഷെ ഇപ്പൊ നമ്മൾ അങ്ങനെയല്ല ചെയ്യുക. അതാണ് ആദ്യത്തെ മോഡൽ. 2 വലിയ ഭാഗത്തുള്ള പീസിന്റെ അതേപോലത്തെ ഒരു കട്ടിങ് വേറെ വീണ്ടും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അങ്ങനെയല്ല. അതായത് ഇവിടെ ക്ലോത്തിന്റെ നടുഭാഗത്ത് നിന്നല്ല, ഈ ക്ലോത്ത് ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതായത് ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ ഈ നടുഭാഗത്ത് നിന്നല്ലാതെ ഈ ഭാഗത്തുനിന്ന്. അപ്പൊ ഈ ഭാഗത്തേക്ക് നമുക്ക് എത്ര ഇഞ്ചാണ് നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു കട്ടിങ്ങിന് നമ്മൾ എടുക്കുന്നത്? അതായത് ഈ സെന്റർ ഭാഗത്ത് നിന്ന് എത്രയാണോ നമുക്ക് കൂടുതൽ വേണ്ടത്? നമുക്കൊരു 3 ഇഞ്ച് കൂടുതൽ എടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 3 ഇഞ്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. 3 ഇഞ്ച് പ്ലസ് തയ്യൽ തുമ്പും കൂടിയിട്ട് ഒരു 3.5 ഇഞ്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 3.5 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? വെക്കുന്ന രീതി മനസ്സിലാക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു പീസ് ഇതാ, നമ്മുടെ ചെറിയ പീസ്, ആ ചെറിയ പീസിലും ഒരു തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇത് ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന നെക്കിന്റെ ഭാഗം ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. ഇവിടെ ഈ നമ്മൾ ലൈൻ ഇട്ടല്ലോ, തയ്യൽ തുമ്പിന്റെ ലൈൻ ഇട്ടല്ലോ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മൾ ഇനി മാർക്ക് ചെയ്യുന്നത്. എന്ത്? നെക്ക്, ആം ഹോളും മറ്റുള്ള ഭാഗങ്ങളൊക്കെ മാർക്ക് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. അതായത് ഇത് നെക്കാണ്, നെക്കിന്റെ ഷേപ്പാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നെക്കിന്റെ ഷേപ്പ് ഈ വരയിലാട്ടോ നിർത്തിയത്. നമുക്കിവിടുത്തെ തയ്യൽ തുമ്പള്ളി വരയിലാണ് നിർത്തിയത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് ഷോൾഡർ സ്ലോപ്പ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ, ബേക്കിലേക്ക് വല്ലാണ്ട് നെക്ക് എടുക്കുമ്പോൾ ഷോൾഡർ സ്ലോപ്പ് കുറക്കുമല്ലോ. അതൊക്കെ നിങ്ങളുടെ അളവൊക്കെ ഞാനിപ്പോൾ പറയുന്നില്ല. ഷോൾഡർ സ്ലോപ്പ് എടുക്കേണ്ടവർക്ക് എടുക്കാം. അതേപോലെ ആം ഹോൾ മാർക്ക് ചെയ്തു, സൈഡിലേക്കുള്ള മാർക്ക് അതും ചെയ്തു. ശ്രദ്ധിക്കുക, സൈഡിലേക്കുള്ള മാർക്ക് ഇവിടെ നമ്മൾ അതും ചെയ്തു. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്യണം. ഈ ഭാഗത്തോട് കൂടിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. എങ്ങനെ? ഈ ഭാഗത്തോട് കൂടിയിട്ടോ കട്ട് ചെയ്യുന്നത്.
വെച്ച് അതേപോലെ നമ്മൾ കട്ട് ചെയ്തു. ഇത് ആം ഹോള്, ഇത് നെക്കിൻ്റെ ഈ ഭാഗം, ഇത് എക്സ്ട്രാ അടുത്ത ക്ലോത്ത്, ഇത് സെൻറ്റർ ഭാഗം. ഓക്കെ, നമ്മൾ കട്ട് ചെയ്തു. ഇനി ഇവിടെ ഈ മാർക്ക് ചെയ്തിട്ടില്ലേ, ഇത് നമ്മുടെ ഈ ഷേപ്പ് പോലെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ഇത് നമ്മൾ ചെയ്തിട്ടില്ല. അവിടെ നമ്മൾ നെക്ക് വരച്ചതിന് ശേഷം പുറത്തേക്ക് എടുക്കുന്ന ഈ ഷേപ്പ് ഉണ്ടല്ലോ, അത് നമ്മൾ ചെയ്തിട്ടില്ല, നമുക്ക് ചെയ്യാം. ഓക്കെ, ഇത് നമ്മൾ നിവർത്താൻ പോവുകട്ടോ. അതായത് ഇതുപോലെ നിവർത്തി വെക്കാൻ പോവുകയാണ്. ഇത് നമ്മുടെ ഉൾവശത്തേക്ക് പോകേണ്ടതാണ്, കാരണം ഇത് ഹാഫ് അല്ലേ ഉള്ളൂ. ഇത് ഉൾവശത്തേക്ക് പോകേണ്ട പീസാണ്. ഇവിടെ നമ്മളൊരു മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ മാർക്ക് ഇത് ഇവിടെ ഉണ്ട്. അതും രണ്ടും കൂടിയിട്ട് സെറ്റ് ചെയ്ത് നിർത്തുകയാണ് വേണ്ടത്. നമ്മുടെ തയ്യൽ തുമ്പും കൂടിയിട്ടാണത്. ഇവിടെ നെക്കിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗമാണത്. കണ്ടോ, നെക്കിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗമാണത്. ഓക്കെ, ബാക്കി നമുക്ക് ഈ എക്സ്ട്രാ ക്ലോത്ത് നമ്മൾ കൂടുതൽ എടുത്തിട്ടുണ്ടല്ലോ, ഒരു 3 ഇഞ്ച് തയ്യൽ തുമ്പടക്ക് 3.5 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ടല്ലോ, ആ പീസാണ് ഇവിടെ. ഇതാ നമ്മുടെ മുറ്റത്ത് തന്നെ ഇല്ല. എന്താ ചെയ്യാ, ഞാൻ ഇപ്പൊ വിളിക്കാം. ഓക്കെ, ഇപ്പൊ ഇതിന്റെ സെന്റർ ഭാഗമാണത്. നമ്മൾ ഈ ഷേപ്പ് കട്ടിങ് ഉണ്ടല്ലോ, ഇങ്ങോട്ടേക്ക് സോറി, ഇത് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യേണ്ടതുണ്ടല്ലോ, നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. ഇവിടെ മാർക്ക് കട്ട് ചെയ്തിട്ടില്ല. ഈ രീതിയിലാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, ഈ പീസുമ്മിൽ മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആ ഒരു ഷേപ്പ് ഈ ഒരു പീസിൽ മാത്രമായിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ കട്ട് തന്നെ ചെയ്യാം. ഞാൻ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ, കാരണം രണ്ടും ഒരേപോലത്തെ പേപ്പർ ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല, അത് ഞാൻ വരച്ച് കാണിച്ചിട്ടുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്യാം. ഇതിലിപ്പോൾ എന്താണ്, നമ്മൾ ആദ്യം കട്ട് ചെയ്തതും ഇതും തമ്മിൽ എന്താ വ്യത്യാസം ഉണ്ടായത്? തുണി കുറച്ച് മതിയായി, മറ്റേതിന് തുണി കുറച്ച് കൂടുതൽ വേണ്ടി വന്നു അല്ലേ? ആദ്യത്തേന് നമുക്ക് കൂടുതൽ ക്ലോത്ത് വേണ്ടി വന്നു, ഇത് തുണി ആവശ്യത്തിനേ വേണ്ടി വന്നിട്ടുള്ളൂ, കൂടുതൽ വേണ്ടി വന്നിട്ടില്ല. ഇതേ സംഭവം തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തത്, അത് ആദ്യം കട്ട് ചെയ്ത പോലെ ഇതിപ്പോൾ ഇവിടെ നമ്മൾ നിർത്തിയത് കൊണ്ട് ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുകയാണെങ്കിലും ഈ ഒരു കട്ടിങ്, അതായത് ഈ പീസിൽ സെൻറ്റർ വരെ പോരെ, കാരണം ഈ പീസിൽ, അതായത് ഒരു ഭാഗത്തെ പീസിൽ നെക്കിൻ്റെ ഹാഫ് വരെ വരുന്നുള്ളൂ, ബാക്കി വരുന്നില്ല. അത് നിങ്ങൾ ഈ ഒരു ഷേപ്പ് ഇവിടുന്ന് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ടെങ്കിലും ഹാഫായിട്ട് എടുക്കുന്നുണ്ടെങ്കിലും ഈ പീസ് എവിടെ വരെ വരുന്നുള്ളൂ, നമ്മുടെ നെക്കിൻ്റെ സെൻറ്റർ ഭാഗം വരെ വരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ എടുത്താൽ മതി അല്ലേ? അപ്പം അത്രയും ക്ലോത്ത് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഇവിടുന്ന് ഇത്രത്തോളം ക്ലോത്ത് നമുക്ക് വേസ്റ്റായിട്ട് പോകുന്നത് തടയാൻ പറ്റും അല്ലേ? ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് ഞാൻ എന്ത് ചെയ്യണം, ഇതേപോലെ തന്നെ മാർക്കിങ് ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നമുക്ക് നെക്ക് ഇങ്ങോട്ടേക്ക് നീട്ടി മാർക്ക് ചെയ്യേണ്ടത്. ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഇനി അതിൻ്റെ കട്ടിങ് ആണ് നോക്കേണ്ടത്. ഇതിൽ തന്നെ ചെയ്യാം. ഇനിയിപ്പോൾ വേറെ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല, ഇതിൽ തന്നെ ചെയ്യാം. അതായത് ഇതുപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്യണം. ഇങ്ങനെ ഇതന്നെ നമ്മൾ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെക്കിൻ്റെ ഭാഗം ലെങ്ത് ഒക്കെ ഉണ്ടല്ലോ, ലെങ്ത്ത്, നെക്കിൻ്റെ വിടുത്തിൻ്റെ ഭാഗം, ഷോൾഡറിൻ്റെ ഭാഗം, ഇവിടെയൊക്കെ ഒരു പൊടി കൂടുതൽ മാർക്ക് ചെയ്യാൻ നോക്കാം. കുറച്ച് തയ്യൽ തുമ്പ് കുറച്ച് കൂടുതലായിട്ട് എടുക്കാൻ നോക്കാം. ഇവിടെ ഏതെങ്കിലും ഒന്നെങ്കിൽ ഈ സൈഡിൽ അല്ലെങ്കിൽ ഈ സൈഡിൽ ഏതെങ്കിലും ഒരു ഭാഗത്തെ തയ്യൽ തുമ്പും ഹാഫിൻ്റെ ഭാഗത്ത്, അതായത് നെക്കിൻ്റെ ഭാഗത്തും ലെങ്ത്തിൻ്റെ ഭാഗം എല്ലാതും കുറച്ച് ഒരു തരി കൂടുതൽ എടുക്കാൻ ശ്രമിക്കാം. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ നീട്ടി വരച്ച് ചെയ്യുന്നുണ്ടല്ലോ, അതേ കൂടുതലായിട്ട് എടുക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് മാത്രമായിട്ട് കൂടുതൽ എടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് കൊടുക്കുക. അതായത് നമ്മൾ മാർക്ക് ചെയ്തതും ഈ ആദ്യം മാർക്ക് ചെയ്ത ലൈനാണിത്. പക്ഷെ നമ്മൾ കട്ട് ചെയ്യേണ്ട ലൈൻ ഇതേ ഇവിടെ നിന്നായിരിക്കണം. ഇവിടെ നിന്നായിരിക്കണം. അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഇവിടെ നിന്നായിരിക്കണം കട്ട് ചെയ്യാൻ. ഒറ്റ ക്ലോത്തിൽ തന്നെ കട്ട് ചെയ്യാൻ അത് ഇവിടെ നിന്നായിരിക്കണം. അങ്ങനെ വരുമ്പോൾ എന്താണ് മാറ്റം ഉണ്ടാവുക? ഇവിടെ നമ്മൾ അതായത് ഇവിടെ കട്ട് ചെയ്യേണ്ടതിന് പകരം തൊട്ട് ഇപ്പുറത്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ലെങ്ത്ത് വിടുത്ത് കുറയും അല്ലേ? അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, തയ്യൽ തുമ്പ് എക്സ്ട്രാ കണ്ടിട്ട്
മാർക്ക് കൊടുക്കണം. ആം ഹോളിന്റെ ഭാഗത്ത് എക്സ്ട്രാ നമ്മൾ നോർമൽ എടുക്കുന്ന തയ്യൽ തുമ്പിനേക്കാൾ ഒരു തരി കൂടി കൂടുതൽ എടുക്കണം. കാരണം ഇവിടെ സെൻറ്റർ ഭാഗത്തും നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ബ്ലൗസ് മാർക്ക് ചെയ്യുന്ന സമയത്ത് ബ്ലൗസിന്റെ ബാക്ക് സൈഡ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നെക്കിന്റെ അകലം മാർക്ക് ചെയ്യും, മൈനസ് തയ്യൽ തുമ്പ് ഇടും. അങ്ങനെയാണ് മാർക്ക് ചെയ്യുക അല്ലേ, നെക്ക് കട്ട് ചെയ്യുമ്പോൾ. മറിച്ച് ഫ്രണ്ടിലെ പീസ് കട്ട് ചെയ്യുമ്പോഴോ, ഫ്രണ്ടിലെ പീസ് കട്ട് ചെയ്യുമ്പോൾ സെൻറ്ററിലേക്ക് കട്ടിങ് വരുന്നതിൻ്റെ പേരിൽ അവിടെ നമ്മൾ ഒരു തരി എക്സ്ട്രാ തയ്യൽ തുമ്പ് എക്സ്ട്രാ കൂടുതൽ കാണും. എന്നിട്ടേ ബാക്കിയുള്ള ഭാഗങ്ങൾ തയ്യൽ തുമ്പും കാര്യങ്ങളൊക്കെ നോർമലായിട്ട് എടുക്കുന്ന രീതിയിൽ എടുക്കുള്ളൂ. ഇവിടെ ഒരു തരി കൂടുതലായിട്ട് എടുക്കുന്നുണ്ട് കട്ടിങ്ങിന് വേണ്ടിയിട്ട്. അതുപോലെ ഇവിടെ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. ആ പ്രകാരം നമ്മൾ ബാക്കിയുള്ള ഭാഗത്തൊക്കെ എന്ത് ചെയ്യണം, ഒരു എക്സ്ട്രാ തയ്യൽ തുമ്പ് കൂടുതലായിട്ട് കാണാം, എന്നിട്ട് കട്ട് ചെയ്യാം. ഈ ഒരു രൂപത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇപ്പുറത്തൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്ട്രാ തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട്. എവിടെ, ഈ ഭാഗത്ത് എക്സ്ട്രാ തയ്യൽ തുമ്പ് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ കുറച്ച് കട്ട് ചെയ്തതിൻ്റെ പേരിൽ ഇവിടെ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടും കൂടി ഈ ഒരു ടൈപ്പിൽ വെച്ചിട്ട് നമ്മൾ എക്സ്ട്രാ എവിടെയാണ് നമ്മൾ കൂടുതലായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് അത് രണ്ടും കൂടി ഉള്ളിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളിവിടെ ലേസ് വെക്കുന്നുണ്ടെങ്കിൽ ലേസ്, അതല്ല ക്രോസ് പീസ് വെച്ചിട്ട് ഉള്ളിലേക്ക് മടക്കി തയ്ക്കുന്നതാണെങ്കിൽ അങ്ങനെ ആ സ്റ്റിച്ചിങ് ഇവിടെ ചെയ്യാനുള്ള ഒരു തരി തയ്യൽ തുമ്പ് ഇവിടെ നിന്ന് കുറയുമല്ലോ. ആ കുറയുന്നത് ഇവിടെ നമുക്ക് എക്സ്ട്രാ കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ ഒരു ഇത്തിരി കൂടുന്നുള്ളൂ. ഇതിൽ നിന്ന് എന്താ മനസ്സിലായി, ഇത് കുറച്ചൊരു ടാസ്ക് എന്താ പറയുക, കുറച്ച് റിസ്ക് കൂടുതലുള്ളൊരു പരിപാടിയാണ്. കൂടുതൽ നമ്മൾ ചെയ്ത് നമുക്ക് പ്രാക്ടീസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് കുറഞ്ഞ തുണിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വേസ്റ്റാക്കി കളയാതെ ചെയ്യൂലേ. നമ്മൾ കട്ട് ചെയ്തിട്ട് കട്ട് പീസുകളൊക്കെ കൂടുതൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ കുട്ടികൾക്കോ നമുക്ക് തന്നെ ഇങ്ങനെയുള്ള മോഡൽ 2 ഡിസൈനൊക്കെ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കളറിലൊക്കെ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് തുണി ഈ ഒരു മോഡൽ കട്ട് ചെയ്യാൻ കുറേ തുണി വേണം അങ്ങനൊന്നുമില്ല. ഈ ഒരു രൂപത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ കുറച്ച് പ്രാക്ടീസ് വേണം, ചെയ്തിട്ടുള്ള കുറച്ച് തയക്കം വേണം, അത്രേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം, സ്റ്റിച്ച് ചെയ്യാം. ഇതേ ലെവലിൽ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതിൽ നിന്നിപ്പോൾ എന്താ മനസ്സിലായി, തീരെ നമുക്ക് എന്ത് ആവശ്യം വരുന്നില്ല, കൂടുതൽ ക്ലോത്തിൻ്റെ ആവശ്യം ഒട്ടും വരുന്നില്ല. അല്ലത് മനസ്സിലായോ? ഇതിലിപ്പോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നിയത് ഏതാ? ആദ്യം കട്ട് ചെയ്തതാണോ, 2ാം തവണ കട്ട് ചെയ്തതാണോ, 3ാം തവണ കട്ട് ചെയ്തതാണോ എളുപ്പമായിട്ട് തോന്നിയത്? ഒറ്റ മോഡൽ ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ മോഡലാണ്. അതിന്റെ 3 കട്ടിങ് രീതിയാണ് ഞാൻ കാണിച്ചു തന്നത്. ഈ 3 കട്ടിങ് രീതി കാണിച്ചു തന്നതിലുള്ള കാര്യം, അതായത് എങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ മോഡൽ തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ ആദ്യം കട്ട് ചെയ്ത രീതിയാണ് നിങ്ങൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്ലോത്ത് വേണം. 2ാം തവണ കട്ട് ചെയ്ത രീതിയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും കൂടുതൽ വേണ്ട, എന്നാലും ആവശ്യത്തിന് ക്ലോത്ത് വേണം. ഇനി 3ാമത്തെ തവണ കട്ട് ചെയ്തതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ എടുക്കുന്ന ക്ലോത്ത് തന്നെ മതി കൂടുതലായിട്ട്. അതായത് നമ്മൾ നോർമൽ ഒരു കുർത്തി തയ്ക്കാൻ എത്രയാണോ നമ്മൾ എടുക്കുന്നത് ആ ക്ലോത്ത് തന്നെ മതി. അതിൽ കൂടുതലായിട്ട് വേണമെന്നില്ല. കാരണം നമ്മളിവിടെ കട്ട് ചെയ്തത് യോജിപ്പിക്കുന്നതിന് 2 സൈഡിലേക്ക് ആ തയ്യൽ, അതായത് ഇവിടെ യോജിപ്പിക്കുന്ന തയ്യത്തുമുണ്ടല്ലോ, അത് ഈ 2 സൈഡിലേക്ക് കൂടുതലായിട്ട് എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. കൂടുതലായിട്ട് എക്സ്ട്രാ ക്ലോത്തിന്റെ ആവശ്യം വരുന്നില്ല. അതായത് ഇത് മാത്രമേ ഉള്ളൂ ഇതിൽ ഈ 3 കട്ടിങ്ങിന്റെ മാറ്റം എന്ന് പറയാൻ, ക്ലോത്തിൽ നമുക്ക് ലാഭം കൂടുതലായിട്ട് കിട്ടുന്നുള്ളത് മാത്രമല്ല, അത് രീതി, അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്തു വന്നു കഴിഞ്ഞാൽ ഒരു മാറ്റം വ്യത്യാസങ്ങളും ഉണ്ടാവില്ല. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ പേപ്പർ ഉണ്ടല്ലോ, ആ ബ്രൗൺ പേപ്പറിൽ ഞാൻ ആദ്യം മാർക്ക് ചെയ്ത് തന്നതുപോലെ നിങ്ങളുടെ നെക്കിൻ്റെ അകലം, നിങ്ങളുടെ ബോഡിയുടെ ഇവിടുന്ന് നമ്മുടെ യോക്കിൻ്റെ ലെങ്ത്ത് ഒക്കെ ഒന്നുകിൽ സെൻറ്റിമീറ്റേഴ്സിൻ്റെ അളവിലെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പേപ്പർ സ്കെയിലില്ലേ കയ്യിൽ, ഞാൻ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ പേപ്പർ സ്കെയിൽ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ യോക്കിൻ്റെ ലെങ്ത്ത് പ്ലസ് തയ്യൽ തുമ്പ്, നെക്കിൻ്റെ ലെങ്ത്ത് പ്ലസ് മൈനസ് തയ്യൽ തുമ്പ് എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നെക്കിൻ്റെ വിടുത്ത് മൈനസ് തയ്യൽ തുമ്പ്, പിന്നെ ഷോൾഡർ, ആം ഹോള്, ചെസ്റ്റിൻ്റെ വണ്ണം മാർക്ക് ചെയ്യുക, വേസ്റ്റിൻ്റെ വണ്ണം മാർക്ക് ചെയ്യുക. എല്ലാവരും നെക്കിൻ്റെ ബേക്കിൽ നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. ആ ലെങ്ത്തിൻ്റെ മാർക്കിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഷോൾഡറിൻ്റെ സ്ലോപ്പ് എടുക്കുക. അപ്പം നിങ്ങളിതിൽ 8 പേരുണ്ടല്ലോ, ഈ 8 പേരും ഒരേ രീതിയിൽ തന്നെ ബേക്കിൽ നെക്ക് എടുക്കണം എന്നില്ലല്ലോ അല്ലേ. 8 രീതിയിലായിരിക്കും, അല്ലെങ്കിൽ 2-3 രീതിയിലായിരിക്കും നിങ്ങൾ എടുക്കുക. ചിലർ 5 എടുക്കും, 4 എടുക്കും, 3 എടുക്കും, ചിലരൊന്നും എടുക്കാതിരിക്കും അല്ലേ. അപ്പോൾ ആ രീതിക്ക് അനുസരിച്ച് നിങ്ങൾ എടുക്കുന്ന നെക്കിന്റെ ലെങ്ത്തിനനുസരിച്ച് നിങ്ങളുടെ ഷോൾഡറിന്റെ സ്ലോപ്പ് എത്ര വരും എന്നുള്ളത് മാർക്ക് ചെയ്യാം. ആ മാർക്കിംഗ്, നോർമൽ മാർക്കിംഗ് കഴിഞ്ഞിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തരാം.
ആ ഫോട്ടോ അയച്ചതിന് ശേഷം ഇപ്പോൾ ഈ 3 മോഡൽ ഞാൻ കാണിച്ചിരുന്നല്ലോ, ഈ കട്ടിങ് ഞാൻ കാണിച്ചിരുന്നല്ലോ, ഇതിൽ ഏതാണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് ആ കട്ടിങ് നിങ്ങൾ യൂസ് ചെയ്യുക. മോഡൽ സ്റ്റിച്ച് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ മോഡൽ ഒന്നും തന്നെ അവളും വ്യത്യാസം വരില്ല. പക്ഷെ കട്ടിങ്ങിൻ്റെ രീതിയിൽ ഏതാണോ നിങ്ങൾക്ക് എളുപ്പം തോന്നുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. നമ്മളിത് അടയാളപ്പെടുത്തി ചെയ്യുന്ന സമയത്ത് എങ്ങാനും ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതിന്റെ റെക്കോർഡ് വീഡിയോ കിട്ടൂലോ? ഇപ്പൊ ഞാൻ എടുത്ത റെക്കോർഡ് വീഡിയോ ഒന്ന് തന്നെ അയച്ചുതരാം. ഇപ്പൊ തന്നെ ഒരു 4-5 മണിയാകുമ്പോൾ ഞാൻ അയച്ചുതരാം ഇപ്പത്തെ വീഡിയോ. അത് നിങ്ങൾ നോർമലായിട്ട് നിങ്ങളുടെ പേപ്പർ സ്കെയിലിൽ മാർക്ക് ചെയ്തിട്ട്, അതായത് പേപ്പർ സ്കെയിലിൽ ബ്രൗൺ പേപ്പറിൽ മാർക്ക് ചെയ്യാനിപ്പോൾ എന്താ പറയുക, വലിയ ടെൻഷൻ ഉണ്ടാവില്ല. കാരണം ചെറിയൊരു പീസല്ല അവിടെ നിന്ന് വരുന്നുള്ളൂ. പേപ്പർ സ്കെയിലിൽ മാർക്ക് ചെയ്തിട്ട് പേപ്പർ സ്കെയിലിൻ്റെ അളവ് പ്രകാരമല്ലേ നിങ്ങൾ മാർക്ക് ചെയ്യുന്നത്. അത് വലിയ വ്യത്യാസം വരില്ലല്ലോ. വലിയ വ്യത്യാസം എന്നല്ല, നിങ്ങൾക്ക് ടെൻഷൻ വരില്ല. നോർമലി നിങ്ങളുടെ നോർമൽ മാർക്കാണ് നിങ്ങൾ കാണിച്ചു തരുന്നത്. അല്ലാതെ അതിൽ ഈ കട്ടിങ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഷോൾഡർ സ്ലോപ്പും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഓക്കെ ആണെന്നുള്ളത് നോക്കാം. അതിൻ്റെ അളവ് പ്രകാരം വലിയ അളവിലേക്ക്, അതായത് പേപ്പർ സ്കെയിലിൽ നിന്നും മാറിയിട്ട് ബ്രൗൺ പേപ്പറിൽ തന്നെ നിങ്ങളുടെ ഇഞ്ചേഴ്സിൽ മാർക്ക് ചെയ്യാം. ഇഞ്ചേഴ്സിൽ മാർക്ക് ചെയ്തിട്ട് ഈ 3 ടൈപ്പിൽ ഏതാണോ നിങ്ങൾ ചൂസ് ചെയ്തത് ആ മാർക്ക് അടയാളപ്പെടുത്തി വെക്കാം. ആ മാർക്ക് അടയാളപ്പെടുത്തി വെച്ചിട്ട് അത് കട്ട് ചെയ്ത് രണ്ട് പീസായിട്ട് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് വെക്കാം. പിന്നെ ആ പേപ്പർ പ്രകാരം ആ പേപ്പർ പിന്നെ നിങ്ങളുടെ പാറ്റേൺ, നിങ്ങളുടെ അളവിലുള്ള നിങ്ങൾ പാറ്റേൺ കട്ട് ചെയ്തതിന് തുല്യമായി. ആ പാറ്റേൺ വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലോത്തിൽ മാർക്ക് ചെയ്യാം. പിന്നെ ക്ലോത്തിൽ വെച്ചിട്ട് നിങ്ങൾ അളവെടുത്ത് കളിക്കേണ്ട ആവശ്യം വരുന്നില്ല. ക്ലിയർ ആണോ? അപ്പൊ അടയാളപ്പെടുത്തേണ്ടത് ഒന്നും കൂടി പറഞ്ഞുതരും. എന്തൊക്കെയാണ്? ആദ്യം നിങ്ങളുടെ നോർമൽ അളവ് എഴുതിയെടുക്കുക. യോക്കിൻ്റെത് മാത്രം, ബാക്കിയുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. യോക്കിൻ്റെത് മാത്രം ടോട്ടൽ ഷോൾഡർ മുതൽ ഷോൾഡർ മുതൽ യോക്കിൻ്റെ ലെങ്ത് വരെയുള്ള അളവ് നിങ്ങൾ അളവൊക്കെ നിങ്ങൾ ആദ്യം എനിക്ക് അയച്ചു തന്നതായിരുന്നു. അല്ല, അളവ് ഞാൻ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ ഞാൻ അയച്ചാൻ വേണ്ടി അയച്ചു തന്നതായിരുന്നല്ലോ. നിങ്ങൾ ആദ്യം നിങ്ങളുടെ അളവ് എഴുതി വെക്കുക. ഷഹദിന്റെ വില വേണ്ടടാ, അതെനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ. ഇത് നിങ്ങളുടെ ലെങ്ത് ഇത്ര, എല്ലാ അളവുകളും ഇങ്ങനെ ഇത്ര എന്നുള്ളത് എഴുതി വെച്ചോ. ആ അളവ് പ്രകാരം നിങ്ങൾ മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്ത ആ പാറ്റേൺ ഉണ്ടല്ലോ, കുഞ്ഞ പാറ്റേൺ ഉണ്ടല്ലോ, പേപ്പർ സ്കെയിലിൽ മാർക്ക് ചെയ്ത കുഞ്ഞ പാറ്റേൺ, അതെനിക്ക് അയച്ചു തരാം. അതിന് ശേഷം എന്ത് ചെയ്യാം, അതേ അളവ് തന്നെ പേപ്പർ സ്കെയിൽ മാറ്റിയിട്ട് ടേപ്പ് ഉപയോഗിച്ചിട്ട് അതേ പേപ്പറിൽ തന്നെ കട്ട് ചെയ്യാം. ബാക്കി ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ആ ചെറിയൊരു പാറ്റേൺ എനിക്ക് അയച്ചതായോ, അതിന് ശേഷം ഞാൻ ഒന്നൊന്നായിട്ട് പറഞ്ഞുതരാം. അത് ഒറ്റയടിക്ക് നിങ്ങൾക്ക് തലയിൽ കയറൂല. അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഇതിൽ ഈ 3 ടൈപ്പിൽ ഏതാണോ കട്ട് ചെയ്യാൻ എളുപ്പമായിട്ട് തോന്നിയത് അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിന് ഈ വീഡിയോ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എനിക്ക് വീഡിയോ അയച്ചു തരാം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് കൂടെ വൈൻഡപ്പ് ചെയ്യാം. 5 മണിക്കാൽ റെക്കോർഡ് അയച്ചു തരാം. കട്ട് ചെയ്തോട്ടെ. വേണ്ട, നിങ്ങളുടെ സമയത്തിന് നോമ്പല്ലേ, നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ചെയ്താൽ മതി. എന്തായാലും നാളെ ഇതിന്റെ ബാക്കി ക്ലാസ് ഉണ്ടാവും. അതിനനുസരിച്ചിട്ട് ഓക്കെ. അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ കേട്ടോ.